ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളതാണ് കേട്ടോ കാണിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അതായത് മോൻ്റെ സ്കൂളിലൊക്കെ പോകാനുണ്ടായിരുന്നു. അത് കാരണം വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് കറികളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും ഉണ്ടാക്കിയത്. രാവിലെ മിക്കപ്പോഴും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പുട്ടും കടല അല്ലാന്നുണ്ടെങ്കിൽ പുട്ട് പയർ അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് പുട്ടും പയറാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പയറുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചയ്ക്ക് ആയാലും എടുക്കാമല്ലോ. പിന്നെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അത് പച്ചമാങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്ന് പൊടിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തത്. അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് പച്ചമുളക്, പിന്നെ ഉള്ളി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയും ചെമ്മീനും ഫസ്റ്റ് ഒന്നിട്ട് നമ്മൾ ചതച്ചെടുക്കണതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ ഒന്ന് ചതഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാങ്ങയും പിന്നെ ഉണക്കച്ചെമ്മീനും ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണത്. അപ്പം അതൊന്ന് അടിയോല നല്ലോണം. അതിന് ശേഷം നമുക്ക് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് രണ്ടാമത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചമ്മന്തി റെഡിയാവും കേട്ടോ. അതിന് ശേഷം ഇന്ന് ഉണ്ടാക്കിയത് രസമാണ് കേട്ടോ. രസം ആകുമ്പോഴേക്കും വേഗം നമ്മുടെ പണി കഴിയുമല്ലോ. അതപ്പോൾ രസം 2-3 തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ. അത് നന്നായി കൈവച്ച് ഉടയ്ക്കുക. അതിൽ മസാലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ ഒരു പിടി മല്ലിയില ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാഞ്ഞത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് പറയാഞ്ഞത്. പിന്നെ നമ്മുടെ രസം ആയി കഴിയുമ്പോൾ നമുക്കിതിൽ കടുക് താളിച്ചിടാം കേട്ടോ. അതിന് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുകിട, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ രസത്തിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. വേഗം ഉണ്ടാക്കി തീർന്നു. രസത്തിൻ്റെ പരിപാടിയൊക്കെ ഒരു 10-15 മിനിറ്റുള്ളിൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിച്ചാള ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിച്ചാള ഇന്ന് വറുക്കാനായിട്ട് എടുത്തത്. പിന്നെ ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് പുളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചേർത്ത് ചാള വറുക്കണത്. അപ്പം ഞാൻ അതുപോലെ ചെയ്യാൻ നോക്കിയതാണ് ഇന്ന്. അല്ലെങ്കിൽ സാധാരണ ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ മസാല ചേർത്തിട്ടാണ് വറുക്കാറുള്ളത്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ലേ, ആ പുളിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുറച്ച് വെള്ളമൊക്കെ എന്നിട്ട് ഇത് നമ്മുടെ ഈ മസാലക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാളുണ്ടല്ലോ, ചാള നന്നാക്കി എടുത്തിട്ടുണ്ട്. കഴുകി നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞി ചാളയാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാൻ ഇത് കുഞ്ഞിച്ചാളയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വരിയാറില്ല. പക്ഷെ ഞാൻ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി വരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്ത് ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടോ. അതിന് ശേഷമാണ് ഞാനിത് വറുക്കണത്. ചട്ടി ചൂടായി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മസാല തിരിച്ച് വെച്ച ചാള വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് വീഡിയോ ലാസ്റ്റ് വരെ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട്. അതുപോലെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ട് ചെയ്യും.